കിട്ടുന്നിടത്ത് മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഇപ്പൊ സാറിനോട് പറഞ്ഞു കോട്ടേജ് എടുത്ത കാര്യം. ഞങ്ങളെ രണ്ടുപേരും ഇപ്പൊ കോട്ടേജ് എടുത്തിട്ട് 11 മാസം കൃത്യമായപ്പോൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി 5-ാം തീയതി മുതൽ ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റും, കറക്റ്റായ സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു പോളിസി സ്കീമിലല്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ പറയും ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിഗേറ്റ്. എപ്പോഴും എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാലും നമ്മൾ അതിനെപ്പറ്റി ഒരു പഠനം നടത്തണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. താങ്ക് യു സർ. യെസ്, അപ്പോൾ ഇവിടെ എല്ലാ മിക്ക ആളുകളും പെട്ടുപോയ സ്ഥലം ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ജ്വല്ലറിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പിറ്റേ മാസം മുതൽ അവർ വരുമാനം തന്നോണം. പക്ഷേ ജ്വല്ലറിയിൽ നടത്തിപ്പിൽ അപാകത പറ്റിയാൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷും പോവും, ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ജ്വല്ലറിയിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, സ്വർണത്തിലാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് ജ്വല്ലറികൾ, എത്രയോ ജ്വല്ലറികളാണ് പൊട്ടിപ്പോയത്. അപ്പൊ ജ്വല്ലറിയിൽ നമ്മൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിലാവരുത്? ജ്വല്ലറിയിലേക്ക് ചെയ്യണം. സ്വർണം മേടിച്ച് കയ്യിൽ വെച്ചു. ഓക്കെ, അപ്പൊ ജ്വല്ലറിയുടെ ഗുണം എന്താ? പിറ്റേ മാസം പോലെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷെ അത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ജ്വല്ലറിൽ വ്യതിയാനം വന്നാൽ സ്വർണത്തിന്റെ വില കൂടുകയും കുറയുകയും ചെയ്താൽ അത് ലോസിലേക്ക് പോകും. ഇപ്പൊ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കല്യാൺ ജ്വല്ലറി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഓക്കെ, ഇങ്ങനെ പല ജ്വല്ലറികളും ഇവിടെ ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, പോയിന്റ് നമ്പർ 3. ഓക്കെ, പോയിന്റ് നമ്പർ 3 എന്ന് പറയുന്നത് എക്കണോമിക് ഇമ്പാക്ട് ടെസ്റ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് 40-60 കാലഘട്ടങ്ങളിൽ ജീവിക്കുവാനായിട്ട് ഒരു മാസം വെറും 10 രൂപ മതിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ അത് 100 രൂപയിലേക്കും 1000 രൂപയിലേക്കും 10,000 രൂപയിലേക്കും ഇപ്പോൾ ഈ 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം 2040 നമുക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2040 ശേഷം ഒരു 10 ലക്ഷം രൂപയോളം വരുമാനം ഒരു മാസം നമുക്ക് വേണ്ടി വരും, നമുക്ക് ജീവിച്ചു പോകാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നുണ്ടോ? നമ്മൾ ചെലവാക്കിയ പണത്തിൽ നിന്ന് അതിൽ കൂടുതൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? വരും കാലങ്ങളിൽ, അതായത് വർഷങ്ങൾ കഴിയുന്തോറും ലാഭം കൂടുതലായാണോ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത്? അത്തരത്തിൽ നമുക്ക് ഈ പണത്തിലൊരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ സൃഷ്ടിക്കാൻ കാലം മാറുന്നതിനനുസരിച്ച് നമുക്കതിൽ നിന്ന് അത്രയേറെ ഏർണിങ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോട്ടേജിൽ നിന്ന് ഞങ്ങൾ ചിലവാക്കിയ പണത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഓരോ വർഷം കഴിയുന്തോറും ഇവിടെ കൂടുതൽ, അതായത് ഇന്ന് ഇപ്പോൾ 20,000 രൂപക്കാണ് അത് പെർ ഡേ റെന്റിന് കൊടുക്കുന്നതെങ്കിൽ വരും വർഷങ്ങളിൽ അത് 20,000 രൂപക്കായിരിക്കുകയില്ല, മറിച്ച് അത് കൂടുതലായിരിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസും കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ കിട്ടുന്നു എങ്കിൽ നമുക്ക് ആ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. യെസ്, അപ്പോൾ കോട്ടേജിന്റെ വാടക കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഇൻവെസ്റ്റേഴ്സിന്റെ പ്രോഫിറ്റും വർദ്ധിക്കുന്നു, അല്ലെ? അപ്പൊ എന്ത് പറ്റി? കൂടുതൽ, അല്ലെ? അതായത് എക്കണോമിക് ഇമ്പാക്ട് നമ്മുടെ വർഷങ്ങൾ കൂടുന്നതനുസരിച്ച്. ബാങ്കിലാണെങ്കിലോ ഒരു വർധനവില്ല, ഇവിടെ ആണെങ്കിലോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കാലം പോകുന്നതനുസരിച്ച് വാടക കൂടുന്നതനുസരിച്ചിട്ട് എത്ര നാളാണ്, അല്ലെ? അതുകൂടെ നമ്മളല്ലേ ഒരുപാട് എത്ര വർഷത്തോളം അത് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. യെസ്, അടുത്ത പോയിന്റ് ആണ് റീസെയിൽ വാല്യൂ ടെസ്റ്റ്. റീസെയിൽ വാല്യൂ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടുള്ളൂ? നമ്മളൊക്കെ വാഹനം എടുക്കുമ്പോൾ, അല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ഈ വണ്ടി ഫീൽഡ് ജോലി ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും കേൾക്കുകയാണ് റീസെയിൽ വാല്യൂ ഉള്ള വണ്ടി എടുക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണ്? നാളെ ഒരു സമയത്ത് നമുക്കിത് കൊടുക്കേണ്ടി വന്നാലും നമുക്ക് അവിടെ വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷെ വാഹനം ഇന്ന് വാങ്ങിച്ചു നമ്മൾ ഉപയോഗിച്ചിട്ട് കൊടുത്ത എപ്പോഴെങ്കിലും ലാഭം കിട്ടുമോ? ഇല്ല. ഇന്നൊരു 10 ലക്ഷം 12 ലക്ഷത്തിന് എടുക്കുന്ന വണ്ടി ഒരു മാസം കഴിഞ്ഞ് കൊടുത്താൽ പോലും എന്തായാലും ഒരു 4 ലക്ഷം രൂപ